ഗായ്സ് അപ്പോൾ ഇന്ന് 2 ദിവസത്തെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് രാത്രി 9:20 കേട്ടോ. ഇന്നത്തെയാണ് പറയണത്. അപ്പോൾ ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചാബിൻ്റെ കളിയാണ്. അപ്പോൾ IPL. അപ്പോൾ നമ്മളിവിടെ രാത്രിത്തെ ഫുഡ് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ രാത്രി ചോറും അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കൂട്ടം കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് എരിവ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി കറി ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ കുക്കറാണ് കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വാങ്ങിച്ചടുത്തുള്ള കടയിൽ നിന്ന് മനസ്സിലായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. അങ്ങനെ എന്തായാലും നമ്മൾ തക്കാളി കറി റെഡി. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. പൂജേൻ്റെ സ്റ്റാൻഡ് മാറ്റിയിട്ട് അവിടെ ഡെസ്കിൻ്റെ മുകളിൽ വെക്കാമെന്ന് വെച്ചു. കാരണം അവിടെ സ്ഥലം നല്ലപോലെ ഉണ്ട്. അതുപോലെ ഡെസ്കിൻ്റെ അവിടെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചു. പിന്നെ അത് മറ്റേ സൈഡ് വെച്ചിട്ട് പേപ്പറൊക്കെ വെച്ച് മാറ്റിയിട്ടോ. അത് ഒരു മേക്കപ്പ് ഒരു ചേഞ്ച് ആക്കി. അതുപോലെ തന്നെ ടിക് ടാക്കൊക്കെ പിന്നെ അയക്കുന്നതിന് ഒരു സ്വീറ്റായിട്ട് ഇത് അടുത്ത ദിവസം ആണ് കേട്ടോ. ഇത് ഇന്നത്തെയാണ്. ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് എപ്പോഴും ഉണ്ടാക്കുക. കാരണം അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖമാണല്ലോ ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. കാരണം നമ്മുടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ദോശക്കല്ലിലാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ദോശ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ദോശ. പക്ഷേ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ചില ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി അപ്പോൾ എന്തായാലും അമ്മ പരത്തിയെല്ലാം റെഡിയാക്കി വെച്ച് ഞാനാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല രസമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് ഓഫ് ആവുകയാണ്. കാരണം ഭയങ്കര അധികം ചൂട് ലോഡാകുമ്പോൾ അതിങ്ങനെ തന്നെ ഓഫായി പോട്ടോ. അതുപോലെ തന്നെ അടുപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുക. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അത് കുറച്ച് ഇതാണ്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തന്നാണ് ഇതാണ് ചപ്പാത്തിന്ന്. അപ്പോൾ ചപ്പാത്തി അതുപോലെ ആവുന്നുണ്ട് കേട്ടോ. വേഗം ആവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഇത് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ. പക്ഷേ ഇടയ്ക്ക് ഓഫ് ആവുക ഇടയ്ക്ക് ഓണാവും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. എന്നാലും പക്ഷേ വേഗം ഉണ്ടാക്കി കേട്ടോ. ഓരോന്നോരോന്ന് ഉണ്ടാക്കി പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേഗം ആയി. എന്തായാലും ചപ്പാത്തിയും അതുപോലെ തന്നെ മസാലക്കറി ഇറങ്ങും കേട്ടോ. എന്തായാലും കുറേ ദിവസം ചപ്പാത്തിക്ക് ഉണ്ടായിരുന്നു സുഖം. അതുപോലെ നമ്മൾ നെയ്യല്ല പറ്റണത്. ജസ്റ്റ് ഒന്ന് നെയ്യാണ് പറ്റുന്നത്. അപ്പോൾ നെയ്യ് ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ മസാലക്കറി. അപ്പോൾ എന്തായാലും ചപ്പാത്തി എല്ലാം റെഡി ആയിട്ട് ആദ്യം നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി ചപ്പാത്തി. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഫുള്ളായിട്ട് മാറ്റി. അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടേക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ് പുറത്തത്തെ ഭാഗം. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യ്. ബൈ.